നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു എഗ് കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അഫ്ഗാനി എഗ് കറി. നമ്മൾ സാധാരണ എഗ് കറിയൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ചൊരു വ്യത്യാസത്തോടു കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആയാലും ഗീ റൈസിൻ്റെ കൂടെ ആയാലും അതുപോലെ അപ്പം, പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ടേസ്റ്റ് കുറച്ചൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള അഫ്ഗാനി എഗ് കറി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 3 സവാള വേണം. അത് നീളത്തിൽ നല്ല നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് വേണം. 1 ഇഞ്ച് വലുപ്പത്തിൽ നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫുള്ള് വെളുത്തുള്ളി വേണം. ഒരു 25 എണ്ണം വേണം. അതുപോലെ അണ്ടിപ്പരിപ്പ് അതുപോലെ ഒരു 25 എണ്ണം അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. പിന്നെ അതിൻ്റെ കൂടെ സ്പൈസസ് വേണം. ഒരു 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, അതുപോലെ ഒരു 3 ഏലക്ക അത്രയും എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പൊടികൾ വേണം. ജീരകപ്പൊടി വേണം, അതുപോലെ തന്നെ മഞ്ഞൾ, പിന്നെ മുളക് പൊടി വേണം. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് കൂടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കസൂരി മേത്തി വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൈരാണ്. നമ്മൾ 1/2 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ക്രീം വേണം. അതുപോലെ തന്നെ നമ്മൾ ബട്ടർ എടുക്കുന്നുണ്ട്. ബട്ടർ ഒരു 1.5-2 ടേബിൾ സ്പൂണോളം ബട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എഗ് കറി ഉണ്ടാക്കാനായിട്ടൊരു പാൻ വെച്ചു. പാനിലേക്ക് നമ്മൾ ആദ്യം കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ആ ഓയിലിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ വേണം. അപ്പോൾ ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉരുകി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള, ആ സവാള ഇട്ടിട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഒരു 2 കഷ്ണമായിട്ട് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഇടാം. സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അത് വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് തണിഞ്ഞു വരണം. തണിഞ്ഞു വരുമ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൂട് തണിഞ്ഞിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വാറ്റി വെച്ച സവാളയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ മല്ലിയില, അപ്പം മല്ലിയിലയും കൂടെ ഇട്ട് അരച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇതിൽ മസാലയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ആദ്യം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന 4 മുട്ട കുറച്ചൊന്ന് ഒരു കീറൽ പോലെ ഇട്ട് കൊടുത്തിട്ട് ആണ് കത്തി വെച്ചിട്ട് ഒന്ന് വരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ 4 മുട്ട ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂണോളം ഇടുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യുകയും ചെയ്യാം, കാരണം മുളക് പൊടിയൊന്നും കരിഞ്ഞു പോയത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മുട്ടയിലെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എടുത്ത് വെച്ചുള്ള സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലക്ക, അതെല്ലാം ഒന്ന് ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഓണിയൻ്റെ എല്ലാം കൂടെ ആ ഗ്രേവി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ ഗരം മസാല അത് ഒരു 1/4 ടീസ്പൂണാണ് ഇടുന്നത്. പിന്നെ മഞ്ഞളും കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് ഒന്ന് ചൂടായിട്ട് വരണം. ഈ ഗ്രേവി നമ്മൾ തൈരും കൂടെ ചേർത്താണ്, ഒരുപാടൊന്നും തിളക്കേണ്ട. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ ഇത് തിള വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ട കസൂരി മേത്തിയാണ്. അപ്പോൾ കസൂരി മേത്തി കൈകൊണ്ട് നന്നായിട്ട് ഞെരടി അങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, ഒരു പിഞ്ച്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാകും, മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അഫ്ഗാനി എഗ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.